ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡോർ മാറ്റാണ് ചെയ്യുന്നത്. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാണ്. ഇത് ലെഗിൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ 3 കളറ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനത് നീളത്തിന് പരമാവധി കിട്ടുന്ന നീളത്തിനാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പഴയത് ഇലാസ്റ്റിക്കൊക്കെ വലിഞ്ഞതാണ്. കളറൊക്കെ ഒരു സൈഡ് കളറൊക്കെ ഡിമ്മായതാണ്. ഇപ്പം നമ്മൾ സെൻറ്റർ പീസായിട്ട് ഉപയോഗിക്കുന്ന 2 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ്. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് 1 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ്. ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അത് നല്ല ഫോൾഡായിട്ട് കിട്ടും. ശേഷം നമുക്ക് രണ്ടും കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. ഇപ്പോൾ 2 ഇഞ്ചിൻ്റെ സ്ട്രിപ്പും 1 ഇഞ്ചിൻ്റെ സ്ട്രിപ്പുമാണ്. ഇപ്പോൾ 1 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. രണ്ട് ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് നമ്മൾക്ക് സപ്പോർട്ടായിട്ട് ഇടുകയാണ്. ഇതിപ്പോൾ നമ്മൾ എത്രത്തോളം നീളം വേണോ അതനുസരിച്ച് ഈ ഫസ്റ്റ് ലൈന് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ ഞാൻ 32 സ്റ്റിച്ചസാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ബെഡ്ത്ത് വൈസാണ് നമ്മൾക്ക് വരുന്നത് ഡോർ മാറ്റ് ഇടുമ്പോൾ. ഇപ്പോൾ ഞാൻ 32 സ്റ്റിച്ചസാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 32 സ്റ്റിച്ചസ് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് ടേൺ ചെയ്തതിന് ശേഷം നമ്മൾക്ക് നെക്സ്റ്റ് ലൈന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ആ സെൻറ്ററിൽ ഉള്ള ആ സ്ട്രിപ്പ് ഒന്ന് വളച്ച് വെച്ചതിന് ശേഷം നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ട്രിപ്പ് അടിയിലാണുള്ളത്. ശേഷം ഓരോ സ്റ്റിച്ചിൻ്റെ 2 സ്റ്റിച്ചിൻ്റെ മധ്യത്തിലാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പോൾ എല്ലാ സ്റ്റിച്ചസിലും 1 സ്റ്റിച്ച് വീതം ചെയ്താൽ മതിയാകും. 1 1 1 അങ്ങനെയാണ് ഇത് ഫുൾ ഡോർ മാറ്റ് ഫിനിഷ് ആവുന്നത് വരെയും ഇതേ മെത്തേഡാണ്. ഇപ്പോൾ ഓരോന്നിലും ഓരോ സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ കുറച്ചുകൂടി ഡോർമാറ്റിന് കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 ഇഞ്ചിൻ്റെ ഞാൻ എടുത്തതിന് പകരം നിങ്ങൾക്ക് 2 ഇഞ്ച് എടുക്കാം. അതുപോലെ 2 ഇഞ്ച് എടുത്തതിന് പകരം സെൻറ്റർ പീസായിട്ട് അത് 4 ഇഞ്ച് എടുക്കാം. ഇപ്പോൾ ലെഗിൻസിൻ്റെ തന്നെ വേണമെന്നില്ല, സെൻറ്റർ പീസായിട്ട് വയ്ക്കുന്ന സെയിം കളർ വേറെ ഏത് തുണിയായാലും മതിയാകും. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ലൈന് അത് ലാസ്റ്റ് നമ്മൾക്ക് ഒരു സ്റ്റിച്ചും കൂടി നമ്മൾക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ 32 സ്റ്റിച്ചസ് ചെയ്തിട്ട് സെക്കൻഡ് ലൈനിലും ആ 32 തന്നെ വേണം, എങ്കിലേ നമ്മൾക്കത് ഒരേ ഷേപ്പിൽ കറക്റ്റായിട്ട് ഇരിക്കും സൈഡ് ഭാഗം. നെക്സ്റ്റ് നമ്മൾ 3ാമത്തെ ലൈനാണ് ചെയ്യുന്നത്, 3rd റോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 സ്റ്റിച്ചിൻ്റെ മിഡിൽ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലായിടത്തും ഓരോ സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. 1 1 1 അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ സപ്പോർട്ടായിട്ട് വെച്ചിരിക്കുന്ന 2 ഇഞ്ചിൻ്റെ സ്ട്രിപ്പിന് പകരം
വേറെ ഏത് കളറായാലും വയ്ക്കാം, നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനായതുകൊണ്ട്. ഇപ്പം ഞാൻ ബ്ലാക്ക് തന്നെ പ്യുവർ കളറായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലാക്ക് തന്നെ മിഡിലിൽ വെച്ചിരിക്കുന്നത് സപ്പോർട്ടിന്. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 38 തന്നെ വേണം എല്ലാ ലൈനിലും. അപ്പോൾ ലാസ്റ്റ് അവിടെ ഒരു സ്റ്റിച്ചും കൂടി എടുത്ത് ചെയ്യണം. ഇതേ മെത്തേഡിൽ നമ്മൾക്ക് എത്രത്തോളം നീളം ആവശ്യമാണോ അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. വീണ്ടും 1 1 1 ഓരോ സ്റ്റിച്ച് വീതം ചെയ്താൽ മതിയാകും. 1 സ്റ്റിച്ച് വീതമാണ്. ഇവിടെ നമ്മൾ സെൻറ്ററിൽ സപ്പോർട്ടിന് വെച്ചിരിക്കുന്ന ആ പീസ് അത് നമ്മൾക്ക് ജോയിൻ ചെയ്യുന്ന നോക്കാം. അപ്പോൾ എൻ്റെ വശം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഒന്ന് മടക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. ജോയിൻ ചെയ്യേണ്ട പീസ് അടിയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ എൻ്റെ വശം ആ 2 ഹോളും കൂടി ചേർത്ത് അതിൻ്റെ ഉള്ളിൽ കൂടി താഴേക്ക് എടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാകുമ്പോൾ നമുക്ക് വാഷ് ചെയ്യുമ്പോഴൊന്നും വിട്ടു പോകുന്നില്ല. സ്റ്റിച്ച് ചെയ്ത് വെച്ചാലും മതി. ഇപ്പോൾ നല്ലപോലെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അവിടെയും കൂടി എടുത്ത് ഒരു സ്റ്റിച്ചും കൂടി ചെയ്യണം. അപ്പോൾ നമുക്കവിടെ കറക്റ്റ് ഒരേ ലെവലായിട്ട് വരും, ലെഫ്റ്റ് റൈറ്റും ആ 2 സൈഡും. ഓരോ ലൈനും ചെയ്യുമ്പോൾ 32 സ്റ്റിച്ചസ് വീതമാണ് വരേണ്ടുന്നത്. അപ്പോൾ ഇത് ബ്ലാക്ക് കളറിൻ്റെ ഞാൻ 6 റോസാണ് ചെയ്തിട്ടുള്ളത്. 6 ലൈനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് കളറ് നമുക്ക് ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് ആ സൈഡിൽ നിന്ന് തന്നെ നമ്മൾക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ 6 ലൈൻ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൈറ്റാണ്. അത് 1 ഇഞ്ചാണ്. നമ്മൾ സെയിം അളവ് തന്നെയാണ്. 2 ഇഞ്ച് നമുക്ക് ആ സെൻറ്റർ പീസായിട്ട് ഇടാനാണ്. 1 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നു. സെയിം മെഷർമെൻറ്റ് തന്നെയാണ്. ഇത് ഞാൻ വൈറ്റ് കളർ തന്നെയാണ് സെൻറ്റർ പീസായിട്ട് കൊടുക്കുന്നത്.
ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് ഇത് ഒത്തിരി ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. വാഷ് ചെയ്യുമ്പോൾ വിട്ടു പോകുന്നില്ല. ഇപ്പോൾ 2 സ്റ്റെപ്പ് നമുക്ക് ജോയിൻ ചെയ്യുകയാണ്. ഇനി നമ്മൾക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തു പോയാൽ മതിയാകും. ഇപ്പോൾ 2 സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വൈറ്റിൻ്റെ ഫസ്റ്റ് റോ, വൺ 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 അങ്ങനെയാണ് ഓരോ സ്റ്റിച്ചാണ് ചെയ്തു പോകേണ്ടുന്നത്. ഇതും 32 സ്റ്റിച്ചസ് വരണം. ഇപ്പോൾ 32 സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾക്ക് പല കളർ ഉപയോഗിച്ച് ചെയ്യാം. ഇപ്പം നമുക്ക് ലെഗിൻസൊക്കെ ഉപയോഗമില്ലാതിരിക്കുന്ന അത് ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. ലെഗിൻസിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് നല്ല നീറ്റായിരിക്കും ചെയ്ത് കഴിയുമ്പോൾ. ഇപ്പോൾ വൈറ്റ് കളറിൻ്റെ ഫസ്റ്റ് റോ ആണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 32 സ്റ്റിച്ച് തന്നെ വരണം. അപ്പോൾ ലാസ്റ്റ് ആ വളച്ച് വെച്ചിരിക്കുന്ന ആ ഭാഗത്തു കൂടി എടുത്ത് ഒരു സ്റ്റിച്ചും കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് 32 ആകും. അപ്പോൾ വൈറ്റിൻ്റെ തന്നെ ഞാൻ വൈറ്റ് 6 റോസ് ചെയ്തതിന് ശേഷം ഞാൻ ഗ്രീൻ ചെയ്തതിന് ശേഷം വീണ്ടും വൈറ്റ് ചെയ്തു. എല്ലാ 6 ലൈൻസ് വീതമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 6 റോസ് വീതമാണ് ഓരോ കളറും ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ബ്ലാക്ക് കളറാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. കളർ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾക്കതിനെ ടേൺ ചെയ്തിട്ട് ഇനി നമ്മൾക്ക് നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു പോയാൽ മതി. അപ്പോൾ ഇതൊരു ചെറിയ സൈസാണ്.
വീണ്ടും നമ്മൾ ബ്ലാക്കിൻ്റെ തന്നെ 6 റോസ് വീണ്ടും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്കത് ഫിനിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ലാസ്റ്റ് അവിടെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്തതിന് ശേഷം നമുക്ക് ബാലൻസ് കട്ട് ചെയ്തിട്ട് ബാക്കിൽ കൊണ്ടുപോയി നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. ഓരോ കളറിൻ്റെയും ഞാൻ 6 ലൈൻ വീതമാണ് ചെയ്തിട്ടുള്ളത്. ഓരോ കളറിൻ്റെ 6 റോസ് വീതമാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ബ്ലാക്കിൻ്റെ 6 റോ, നെക്സ്റ്റ് വൈറ്റ് 6 റോസാണ്, നെക്സ്റ്റ് ഗ്രീൻ 6, നെക്സ്റ്റ് വൈറ്റ് 6, നെക്സ്റ്റ് ബ്ലാക്ക് 6. ടോട്ടൽ 30 റോസാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 30 ലൈനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ശേഷം അതിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി കുറച്ച് ഉള്ളിലോട്ട് ആക്കിയതിന് ശേഷം നമ്മൾക്ക് സൂചി നൂല് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ സ്റ്റിച്ച് ചെയ്യണം. വാഷ് ചെയ്യുമ്പോൾ ഇളകിപ്പോകാതെ നല്ലതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. ഇങ്ങനെ പല കളർ ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ സെയിം ഒരു കളറിൽ തന്നെയും ചെയ്തെടുക്കാം നമുക്ക്. ഇല്ല 2 കളറിലും 3 കളറോ എത്ര കളർ വീതം കുറേശ്ശെ ഉള്ളത് വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ ഡോർമാറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ സൂചി നൂല് ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മളത് 10.5 ഇഞ്ചാണ് നമ്മൾക്ക് വരുന്നത്. പക്ഷേ ഒരു ചെറിയ ഡോർമാറ്റിന് 13 ഇഞ്ചൊക്കെ വേണം. ഇത് ലെങ്ത് ഇസ് നോക്കുമ്പോൾ 15 വരുന്നത്, 15 ആണ്. പക്ഷേ ഒരു 18 ഒക്കെ വേണ്ടി വരും. ഇപ്പോൾ ഒരു 6 റോസും കൂടെ നിങ്ങൾ എക്സ്ട്രാ ചെയ്താൽ മതിയാകും. അതുപോലെ ഇവിടെ 32 ചെയ്തതിന് പകരം കുറച്ചുകൂടി കൂട്ടി ചെയ്താൽ മതി. ഇതൊരു ചെറിയ അളവിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ലൈനിലും 32 സ്റ്റിച്ചാണുള്ളത്. ഇപ്പോൾ ഓരോ കളറിൻ്റെയും 6 ലൈൻ വീതമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 6 റോസ് വീതമാണ് ഓരോ കളറിൻ്റെയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയാണ്, നല്ല നീറ്റാണ് കാണാൻ. അതുപോലെ നമ്മൾക്ക് ഉപയോഗമില്ലാത്ത ലെഗിൻസിൻ്റെ തുണികൾ ഉപയോഗിച്ച് നമുക്കിതുപോലെ നല്ലപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ യൂസ് ചെയ്യാം. നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സേഫ്റ്റി പിന്ന് മാത്രം മതിയാകും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.